ഓക്കെ, ബിഹൈൻഡ് ദ മൂവ്മെൻറ്റിലെ ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ടാണ്. അതിൽ നമ്മൾ നോക്കുന്നത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. അതായത് നമ്മുടെ ജോയിൻസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ ബോൺസ് കണക്ട് ചെയ്ത്, അതായത് 1 by 1 ഈച്ച് അതർ, അത് ഒന്നിന് മറ്റൊന്നുമായിട്ട് കണക്ട് ചെയ്തതിനെയാണ് നമ്മൾ ജോയിൻറ്റുകൾ എന്ന് പറയാം അല്ലേ. അപ്പോൾ ജോയിൻസിനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. അതായത് നമ്മൾ ബോൺസിനെ എടുക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്കറിയാം ഇത് രണ്ടും ബോണാണ്. ഈ ബോൺസിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ പഠിച്ചു കാർട്ടിലേജ് ഉണ്ടാകും. ഓക്കെ, കാർട്ടിലേജ് കൂടാതെ ഇവിടെ ഒരു സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ടാവും. ഈ സൈനോവിയൽ മെംബ്രെയിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരുപാട് ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയാം. സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ടാവും കാർട്ടിലേജിന് ചുറ്റും, അതിൻ്റെ ഉള്ളിൽ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാവും. അതിൻ്റെ തൊട്ട് പിറകെയായിട്ട് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു കവറിങ് ഉണ്ടാകും. ആ കവറിങ്ങിൻ്റെയും പുറത്ത് നമ്മുടെ ബോൺ ടു ബോൺ കണക്ട് ചെയ്തിട്ട് ലിഗമെൻറ്റും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു 4, 5 മാത്രമേ നമുക്കതിൽ നിന്ന് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നമ്മൾ ടെക്സ്റ്റിൽ കാണാം. ലിഗമെൻറ്റ്, ക്യാപ്സ്യൂള്, കാർട്ടിലേജ്, സൈനോവിയൽ മെംബ്രെയിൻ, സൈനോവിയൽ ഫ്ലൂയിഡ്, അതേപോലെ ബോൺസ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കാണാൻ കഴിയും. അസ്ഥിസന്ധിയുടെ ചിത്രീകരണം നിരീക്ഷിച്ച് ഭാഗങ്ങൾ ശരിയായി അടയാളപ്പെടുത്താനാണ്. ഇവിടെ എക്സും വൈ ആണ് തന്നിട്ടുള്ളത്. എക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ബോൺ ടു ബോൺ അല്ലേ, ബോണുമായിട്ട് കണക്ട് ചെയ്തതിനെ, ബോൺ ടു ബോൺ കണക്ട് ചെയ്തതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലിഗമെൻ്റ് എന്ന് പറയാം. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫ്ലൂയിഡിനെയാണ് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. എക്സ് ലിഗമെൻ്റ്, വൈ സൈനോവിയൽ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ദെൻ അടുത്തത് നമ്മൾ കുറച്ച് ജോയിൻറ്റുകളെ പറ്റി പഠിക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ കുറച്ച് ജോയിൻറ്റുകളെ പറ്റി പഠിക്കുന്നുണ്ട്. അതൊക്കെയാണെന്ന് വെച്ചാൽ പൈവറ്റ് ജോയിൻറ്റ്, ബോൾ ആൻഡ് സോക്കറ്റ്, ഗോളരസന്ധി, കീലസന്ധി അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. പൈവറ്റ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ കീലസന്ധിയാണ്. ഓക്കെ, കീലസന്ധി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ നട്ടെല്ലിന്, അതായത് നമ്മുടെ ഈ പെരടിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള, നമ്മളെ വെർട്ടിബ്രേറ്റുമായിട്ട്, ഫസ്റ്റ് വെർട്ടിബ്രയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്, തലയോട്ടിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള, പിന്നെ തലയോടുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചേരുന്ന ഒരു ഭാഗത്തുള്ളതാണ് പൈവറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ദെൻ ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽബോ, കൈമുട്ട്, കാൽമുട്ടിൻ്റെയൊക്കെ ഇടയിൽ വരുന്നതാണ് ഹിഞ്ച് ജോയിൻ്റ്. ദെൻ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡറിലൊക്കെ വരുന്നതാണ് എന്ത്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഗ്ലൈഡിങ് ജോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിസ്റ്റ് ആംഗിൾ, അതായത് നമ്മുടെ ഈ കൈപ്പത്തി, കൈക്കുഴ, കാൽക്കുഴയിലൊക്കെ വരുന്നതാണ് എന്ത്, നമ്മുടെ ഗ്ലൈഡിങ് ജോയിൻ്റ് എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒബ്സർവ് ദ ഫിഗേഴ്സ് ഓഫ് ദി ജോയിൻറ്റ്സ് given and answer the question. Name and type of joints A and B. How do A and B differ in their movement? Name the diseases that cause severe pain and swelling in the joints. How it is caused. Okay, first name the type of joint A and B. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചു ബോൾ ആൻഡ് സോക്കറ്റ്. ഷോൾഡറിലുള്ളത് ബോൾ ആൻഡ് സോക്കറ്റാണ്. അതേപോലെ കൈമുട്ട്, കാൽമുട്ടിൻ്റെയൊക്കെ ഇടയിലുള്ളത് ഹിഞ്ച് ജോയിൻ്റ് ആണ്. അതായത് ഹിഞ്ച് നമ്മൾ വിജാഗിരി സന്ധി എന്ന് പറയൂലേ, അതായത് വിജാഗിരി പോലെ ഡോറൊക്കെ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഒരു അതുപോലെയാണ് നമ്മുടെ കാലും കൈയും ഒക്കെ അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറയാം. പിന്നെ എന്താ അടുത്തത്, ഹൗ ഡു എ ആൻഡ് ബി ഡിഫർ ഇൻ ദെയർ മൂവ്മെൻറ്റ്. അവർ മൂവ്മെൻറ്റിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെട്ടിട്ടുള്ളതെന്നാണ്. എ പറയുകയാണെങ്കിൽ എല്ലാ സൈഡിലേക്കും മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ, കൈയുടെ ഷോൾഡറിൻ്റെത്. പിന്നെ എലോസ് മൂവ്മെൻറ്റ് ഇൻ ഓൺലി വൺ സൈഡ്. നമ്മുടെ കാലൊക്കെ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ കൈ നമുക്ക് മനസ്സിലാവും. നമ്മുടെ മുന്നോട്ട് മടക്കുന്നത് പോലെ നമുക്ക് ബാക്കോട്ടേക്ക് കൈ മടക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു ഭാഗത്ത് മാത്രമാണ് മൂവ്മെൻറ്റ് നടക്കുക, മറ്റേതാകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും മൂവ്മെൻറ്റ് സാധ്യമാണെന്നുള്ളതാണ് നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിൻ്റെ പ്രത്യേകത.
പിന്നെ അവിടെ പറയുന്നുണ്ട് നമ്മുടെ ജോയിൻറ്റിൻ്റെ ഇടയിൽ ഭയങ്കര സ്വെല്ലിങ്ങും പെയിനൊക്കെ വരുന്ന ഒരു രോഗമുണ്ട് അല്ലേ. നമ്മൾ കുറച്ച് ഡിസീസുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരാണ് റുമാത്രോയിഡ് ആൻഡ്രൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്യൂ ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് കാർട്ടിലേജസ് ആൻഡ് സൈനോവിയൽ മെംബ്രെയിൻ ബൈ ദി ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ഇല്ലാണ്ടാവുന്ന ഒരു രോഗാവസ്ഥയാണ് എന്താണ് ന്യൂമാറ്റോയിഡ് ആർത്രൈറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, റുമാറ്റോയിഡ് ആർത്രൈറ്റീസ്. അപ്പോൾ 4